അസ്സലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലോട്ട് സ്വാഗതം. ഇതെന്താ പതുക്കെ മൈക്ക്? ഇല്ല, ഞാൻ സീരിയസ് ആയിട്ട് സാരി എടുത്തോണ്ട് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഭാര്യനെ സാരി എടുത്ത് കാണണേ. സുന്ദരിയാണല്ലേ? അല്ലേലും ഞാൻ സുന്ദരിയാണ്. അല്ലേലും ആണ്. ഇന്നൊരു സ്പെഷ്യൽ സുന്ദരി ആയിട്ടുണ്ട് അല്ലേ? അപ്പം ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ശിങ്കു സാരി എടുക്കാനുള്ള റീസൺ ആദ്യം നമ്മൾ പറഞ്ഞു. സോ ഇന്ന് എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മോളെ അരീക്കുത്തുണ്ട്, ഹൽദി ഉണ്ട്, പിന്നെന്താ മൈലാഞ്ചി കല്യാണം. ഞാൻ അരീക്കുത്തിന് മാത്രമേ അതിപ്പോ പറയണ്ട, ചിലപ്പോ പോയാലോ. ഓക്കെ, അപ്പോ ശിങ്കു ആയതുകൊണ്ട് ഇല്ല ഇല്ല അപ്പം പിന്നെ പറയൂ, സാരി എടുത്തിട്ട് ആൾക്കാരോട് എങ്ങനെയുണ്ട് സാരി എടുത്തിട്ട്? അങ്ങനല്ല, സാരി എടുത്തിട്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് പറയും. ഓ, സാരി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ നിക്കുന്നുണ്ട്. അതല്ല, നമ്മളിപ്പം ഒരു പുതിയ ഡ്രസ് ഇടുകയാണല്ലോ, അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് നടക്കാൻ പറ്റുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് പൊതുവെ എന്റെ ഉമ്മന്റെ പോലെ സാരി എടുത്ത കഴിഞ്ഞാൽ നടക്കാൻ ഇച്ചിരി 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 പെശകല്ലേ. ഇല്ലേലേ ശിങ്കു ഇങ്ങനെ നടക്കുക. ഒന്ന് നടന്നേ, അവിടെ പോയേ ഒരു നോക്കിക്കോ. സ്റ്റാർട്ട്. ഇത് കൊഞ്ചി നടക്കല്ലേ, നല്ല ശിങ്കുവിനെ നടത്താ. ഇതിപ്പോ പറഞ്ഞപ്പല്ലേ ശിങ്കു നടക്കുക. ഇങ്ങനല്ല ഇത്. ഹലോ, ഭാര്യക്ക് ഭർത്താവിന് എത്ര വേണേലും കളിയാക്കാം. അങ്ങനെയുണ്ടോ? അതെ, എല്ലാ പ്രേക്ഷകരോ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നേ. അങ്ങനല്ല, ഭാര്യക്ക് കുഴപ്പമുണ്ടോ കളിയാക്കുന്നതിന്? അങ്ങനല്ല, ഭർത്താവ് ഭാര്യനെ ഇങ്ങനെ സർക്കാസമായി കളിയാക്കുന്നതിന് കുഴപ്പമുണ്ടോ? അല്ല, ഇപ്പൊ ചെയ്തതിൽ കുഴപ്പമുണ്ടോ? കണ്ടോ, ഭാര്യക്ക് കുഴപ്പമില്ലെങ്കിൽ അത് കുഴപ്പമില്ല. അപ്പൊ ഈ സാരി എന്നെ ഈ കൊലത്തിലാക്കി തന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എന്നെ സാരി ഡ്രൈപ്പ് ചെയ്ത ഡോക്ടർ ആർട്ടിസ്റ്റ് ഡോക്ടർ ഐഷ ദർവേഷ്. അപ്പൊ ഒരാളെ പൊക്കി അടിക്കാം, കളിയാക്കാനേ പാടില്ല. ഇതാരുടെ സാരി? സാരി ഇത് ഐഷ എനിക്ക് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഈ ഒരു സാരിയും വേറൊരു സാരിയും ഗിഫ്റ്റ് ചെയ്ത്. ഐഷ മേടിച്ചെന്നാണ് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഐഷന്റെ ഗിഫ്റ്റ്. വെഡിങ് ആനിവേഴ്സറി സമയത്ത് ഐഷ ഈ ബ്ലൗസ് തയ്പ്പിച്ച ബ്ലൗസ് ഉള്ളിലുണ്ട് സാരിന്റെ. ഇതോ ഞാൻ പോകൂലെന്ന് വിചാരിച്ചതല്ലേ, അതുകൊണ്ട് ബ്ലൗസ്. ഞാനൊരു കാര്യം പറയട്ടെ, ശിങ്കു ആദ്യമായിട്ടാണ് ഒരു പുതിയ തട്ടം, പക്ഷെ നല്ല രസമുണ്ട് ഈ തട്ടം. അതാരെന്നറിയാ, എല്ലാം കടവാ, എന്നാലും നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ നമുക്ക് എന്താക്കണം അറിയോ, നമ്മളെ ഇന്നത്തെ പരിപാടി നമ്മൾ പറഞ്ഞ പോലെ അരീക്കുത്തുണ്ട്, മൈലാഞ്ചി കല്യാണം ഉണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷെ ഇതൊന്നും നമുക്ക് ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ പറ്റൂല. അതായത് നമ്മളെ കുടുംബത്തില് നല്ല ഭയങ്കരമായി ദീനി അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്, ശരിക്കുള്ള ദീനികളുണ്ട്. അപ്പം ഇതൊക്കെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. വീഡിയോ എടുത്തതിന് ശേഷം അവർ പറയും ഇതൊക്കെ ഡിലീറ്റ് ചെയ്യണേ, ഞങ്ങളെ കാണിക്കരുത്. അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താ അറിയാം, എടുക്കണ്ട, വീഡിയോ എടുക്കാതിരുന്നാ പോരെ. അതുകൊണ്ട് നമ്മൾ എന്താക്കും, കുപ്പിവള മേടിക്കുന്നുണ്ട്. പിന്നെന്താ വേണ്ടേ? കുപ്പിവള. അപ്പോൾ ഇന്ന് പെണ്ണിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും സെറ്റ് ആക്കണേ. ഭാവി താഴെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവരും നെട്ടിക്കാം. നീ ആദ്യമായിട്ടല്ലേ, ഒന്നും കണ്ടിട്ടില്ലല്ലോ. എന്നാ ക്യാമറമാൻ ഒപ്പി എടുത്തോണം കേട്ടോ റിയാക്ഷൻ. എന്റെ ജീവിതത്തിൽ ഈ സമയം എനിക്ക് സാരി എടുത്തു തന്നത്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഫസ്റ്റ് സാരി കൊണ്ട് തന്നത് സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ അസിം എനിക്ക് സാരി വാങ്ങി തരലേ ഇല്ല. അസിം പറയും വലിയ കുട്ടി പോലെ തോന്നിക്കും, വലിയ കുട്ടി. അസിമാർക്ക് എപ്പോഴും ഇങ്ങനെ മോഡേൺ ആയിട്ട് ജീൻസും അങ്ങനെ ഇതുപോലത്തെ ഇത്ര ഉള്ള ട്രൗസറൊക്കെ ഇട്ട് നടക്കാനായിട്ട്. അതെ, 8ാം ക്ലാസ് വരെ ഞാൻ അങ്ങനെ നടന്നിരുന്നു. അതായത് ഇവളെ ഉമ്മ ഇവളോട് പറഞ്ഞ് ഇത്ര പോകുന്ന ട്രൗസർ ഇട്ടിട്ട് നടക്കാൻ.
അസിമ ഇത് സത്യമാണോ നോണയാണോ തള്ളി കുറച്ച് കുറക്കി ഇത്ര പോന്ന ട്രൗസർ ഒന്നും കൂടിയോ ട്രൗസർ അല്ല ജീൻസിന്റെ ബർമുഡ പോലത്തെ പാന്റുകളിലെ അതിടാണ് അസിമ എന്റെ സാരിക്ക് വാങ്ങി തരില്ലേ ഇല്ല എന്നിട്ട് സെൻഡ് ഓഫിനോ അല്ല +2 സെൻഡ് ഓഫിനെങ്ങാണ്ട് എൻ്റെ കസിൻ്റെ സാരി കടം മേടിച്ചിട്ടാണ് ഞാൻ സാരി എടുത്തത്. +2 പോലും വാങ്ങി തന്നിട്ടില്ല കേട്ടാ. എന്നിട്ട് എനിക്ക് ഐഷുമ്മ സെക്കൻഡ് ഇയറിൽ 3 സാരി കൊണ്ടു തന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും സാരി അവള് തന്നെയാണ് ഉടുപ്പിച്ചിരുന്നത് ഇത് ഇന്ന് വരെ. ഒരു കാര്യം ചെയ്യേ, ഞാൻ മാറി നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തള്ളിക്കോ. തള്ളിയാല ഞാൻ ശരിയാ, കല്യാണം കഴിഞ്ഞില്ലേ? ബാ ഓണക്സ് ഇങ്ങനെ നടക്ക്. ഒരുമിച്ച് നടക്കാനാ? ഇനി നിങ്ങൾ നല്ല ഡ്രസ് ഇട്ടിട്ടാ ഇത് ശരിയാവും. അല്ല, ഞാൻ റിയാക്ഷൻ എടുത്തിട്ട് വരാം. ലീഡ് ചെയ്യുന്ന നീ നോക്കി ഇറങ്ങി കേട്ടോ. അവിടെ എത്തിയിട്ട് എടുത്താ മതി. തള്ളി വികണ്ട ക്യാമറയും വീകും. ക്യാമറമാൻ ഞാൻ മുണ്ടും കുത്തി. അമ്മേ ഇത് ഇറങ്ങും നോക്ക്, ബാക്കോട്ട് നോക്കിയിട്ട്. എന്റെ ഫോണോ? ലൂയിനല്ല, ആദ്യം ഉമ്മനെ കാണിക്കല്ലേ. ഉമ്മനെ കാണിക്കല്ലേ. ഉമ്മ തിരിഞ്ഞു നോക്കരുത്. എങ്ങനെയുണ്ട് സുന്ദരിയായ? ആയിട്ടില്ലേ? ശിങ്കു എവിടെ നിൽക്ക? എല്ലാരും ഇവിടെ നിൽക്ക. ഇവിടെ വന്നിക്ക്, ഇവിടെ വന്നിക്ക്. അതില് വരൂ. ആദ്യം പെങ്ങൾ വരട്ടെ. പെങ്ങൾ എങ്ങനെ ഉണ്ട് പറയൂ. അതാണ് ചോദിക്കണേ, എങ്ങനെ ഉണ്ട്? എങ്ങനെയുണ്ട് കാണാൻ? അതാ ഒരു പറയട്ടെ, ഞങ്ങളിൽ ആരാണ് സുന്ദരി? കമന്റ് ബിലോ. ഞാൻ സത്യം മാത്രം പറയാം, സുന്ദരി ശിങ്കു. ഞാൻ വേറൊരു സത്യം പറയാ, ഭാവിയാണ് സുന്ദരി. അയ്യോ ഒരു മിനിറ്റ്, ഉമ്മാനോട് ചോദിക്കാം, മരുമോളാണോ മോളാണോ സുന്ദരി? അല്ല അങ്ങനല്ല, ശിങ്കുന്ന് പറയും. അത് വളയില്ലാട്ടോ, ഞാൻ കൊണ്ട് ഇത് മെലിഞ്ഞതും. പക്ഷെ ഭാവി 2 പ്രസവിച്ചതും സാരി കുറച്ച് നിറക്കണം. രണ്ടാളും ഏറ്റവും രസാരാ. ശിങ്കുന്റെ തട്ട നല്ല രസമല്ലേ? അതുപോലെയല്ല, അങ്ങനല്ല. ഇതെന്റെ പെങ്ങളും ആണ്. അപ്പൊ പെങ്ങളോട് സ്നേഹം ഉണ്ടാവുമല്ലോ. പക്ഷെ എന്ത് ചെയ്യാനാ, ശിങ്കു ഇന്ന് സ്കോർ ചെയ്ത് പോയി ഗായ്സ്. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, അളിയനിക്ക് ഞാന് അനിയത്തിയല്ല, അപ്പൊ അനിയനിക്ക് ഞാനും സുന്ദരി. അങ്ങനല്ല, അതായത് ഭാവി ചിങ്കുനെ കാണാൻ തുടങ്ങിയിട്ട് 1 കൊല്ലം ഇല്ലായിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഭാവിനെ കാണുന്നത് ചെറുപ്പം മുതലേ കാണുന്നു. പക്ഷെ എന്നാലും അതല്ല, നമ്മള് മനസ്സിൽ കുറച്ച് പേര് ഡീപ്പായിട്ട് ഇങ്ങനെ ഇറങ്ങും. അതിലാണ് ഇപ്പൊ നോക്ക്, ചെറുപ്പം മുതലേ കണ്ട ആൾക്കാർ ഞാൻ നിന്നെയാണ് പൊക്കിയടിക്കുന്നത്. അപ്പൊ നീ കയ്യിൽ പോയി കണ്ട ആള് വെറുപ്പിച്ച് കഴിഞ്ഞാൽ ഉണ്ട്. വെറുതെ പറയും. ഞാൻ അങ്ങോട്ട് പോവാ, അങ്ങോട്ട് പോയാലാ? വേണ്ട, അവിടെ വിളിച്ചല്ല. പച്ചി ഒന്ന് വരുമോ? ഐസി ഉറങ്ങാ. ഐസി ഇന്നലെ പറയാ വരാത്തത് എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടോ? സത്യം തടി ഒന്ന് ഒതുങ്ങിയ വരും. ശരിയാ.
നോ ചേച്ചിന്റെ റിയാക്ഷൻ അവിടെ വാ അടുക്കളേക്ക് വാ ചേച്ചി ചേച്ചി എങ്ങനെയുണ്ട് സാരി എടുത്തിട്ട് ചേച്ചി സത്യം ഇതിൽ ആരാ രസം ശിങ്കു വിജയിച്ചിരിക്കുന്നു എന്നല്ല ചേച്ചിക്ക് അങ്ങനത്തെ ഒന്നല്ല ചേച്ചി ഓണസ്റ്റ് റിവ്യൂ ഈ സാധനം പോയി എടുത്താ ഈ സാധനല്ല സാരി തല 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 ഹെഡ് 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 പോയി എന്താ പറയാ അവളെ മറ്റേ ഈ കേറ്റ് കൊടുത്തത് മഴ കാരണം ഇത് അഴകുണ്ടാവുന്ന എന്തായാലും ടീച്ചർ ഡോക്ടർ പോയൊരു ടീച്ചറെ ലുക്ക് ബയോളജി ടീച്ചർ ഒരു കെമിസ്ട്രി ടീച്ചർ ഹിന്ദി ടീച്ചർ ബോട്ടണി ടീച്ചർ മലയാളം ടീച്ചർ ഹിന്ദി ടീച്ചർ എപ്പോഴും എനിക്കും എഴുതി ആ മലയാളം ടീച്ചർ തടിച്ചി ഗുണ്ടു ടീച്ചറാ ആ വീണ്ടും എന്തോ ഒരു കഷ്ടാണ് എന്തെങ്കിലും പറഞ്ഞ അപ്പൊ ബോഡി ഷേമിങ് കളിയാക്കിയ അപ്പൊ അതല്ലോ അതിശയം രണ്ട് പ്രസവിച്ചിട്ടും ഭാവി ഇങ്ങനെ ഇരിക്കുന്നു ഉമ്മയും തടി വെച്ചോ നടക്കും എനിക്ക് തടി വേണ്ട പക്ഷെ പഠിച്ചോ എനിക്ക് വാരിക്കോരി തരാം ചായ കുടിച്ചില്ല മതി മതി അത് സീനില്ല ചായ കുടിച്ചോ ഇനി അനങ്ങാൻ പറ്റൂല സാരി കൊടുത്തതിന് അങ്ങനെ എപ്പോ വരും നിങ്ങൾ ഡ്രസ് ഇടോ ഞാൻ വരണോ ഞാൻ വരണ്ടല്ലോ അവിടെ കൂടെ നിൽക്കണോ ആഫ്രിക്കയിൽ പോരും ഇല്ല എന്നാലും കൂടെ പോന്നോട്ടെ എന്തിന് വെറുതെ പോന്നോട്ടെ ഒരു നോക്കട്ടെ എല്ലാം ഇവരൊക്കെ ചായ ഒരു വണ്ടി പോയാൽ മതി ഒരു വണ്ടി പോയാൽ മതി അപ്പൊ ഓക്കെ അപ്പൊ നമുക്ക് വിശദമായിട്ട് ഇനി കാണാം ഞാൻ ചായ കുടിച്ചോ ദോശ ചുട്ടോണ്ടിരിക്കുക. ഫുള്ള് 6 മണിക്ക് ചുടാൻ തുടങ്ങിയ ദോശ 6 മണിക്കാ? 6 തുടങ്ങിയില്ലേ ദോശ ഇടല്? ഓരോ ബാച്ച് ബാച്ച് അല്ലേ ആൾക്കാർ. നിങ്ങളെന്താ ഇവിടെ വിളിച്ചിരിക്കുന്നേ? കയ്യൊക്കെ ഒടിഞ്ഞിട്ടാണ് എല്ലാവർക്കും വാരി കൊടുക്കല്. പോടും അല്ല അങ്ങനെയില്ല. ഭർത്താവിന് വേണ്ടി ഇതിൽ പോയിട്ട് ക്യൂടെക്സ് ഇട്ടോണ്ട് പിന്നെ ഇങ്ങനെ ചിങ്കും മുതലെടുക്കുക. വിളമ്പാൻ പറ്റില്ല. എങ്ങനെയുണ്ട് ഈ ലൈഫ്? ഞാൻ കുളിച്ച് മാറ്റിട്ടോ. ഞാൻ കുറച്ച് എൻജോയ് ചെയ്യാം. നിങ്ങൾ കൊള്ളല്ല, മാച്ചിങ് മാച്ചിങ്. ആ ഞാൻ ഇനിയും വലിയും കഴിച്ചു. മുട്ട വറുത്ത് വേണോ? ദോശ തട്ടയുടെ ഈ ചട്നി ആരാ ഉണ്ടാക്കിയേ? ഇത് ചേച്ചിയും ഭാവിയും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കിയതാ. അപ്പം ഞാൻ കഴിച്ചില്ല. അതാണ് ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഞാനാ ചുട്ടത്. അതിന്റെ സ്പെഷ്യൽ ടേസ്റ്റ് അല്ലേ? യാ യാ. ഇപ്പൊ അടുക്കളയില് മൊത്തം നെയ്യ്. ഉമ്മാക്ക് പനിയായത് കൊണ്ട് ചിങ്കും. ഇന്ന് രാത്രി നമുക്ക് എന്താന്നറിയാവോ? ഷവായി ഉമ്മാന്റെ. ഇന്ന് രാത്രി ഫുഡ് വേണ്ട. അതെന്താ? ഇന്ന് നമുക്ക് പരിപാടിക്ക് പോലെ നമ്മള് എല്ലാവരുമോ? ചിലപ്പോ രാത്രി വരുമായിരിക്കും. ഞാനില്ല. നമുക്ക് ഇവിടെ ഷവായി അടിക്കാം. രാത്രി ഷവായി എല്ലാരെയും കൂടി വിളിച്ചിട്ട് അളിയനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, വൈകിട്ട് മസാല തേച്ച് വെച്ചോ. ഇപ്പൊ തേക്കും. ഇപ്പൊ തന്നെ തേക്കോ? ആ അമ്മ പിടിക്കുവോ? വരയിടുന്നേ ഇങ്ങനെ. ആ പറയാം. നോക്ക്, ഞാനില്ല എത്ര രണ്ടോ ഉണ്ട്. എടുക്കട്ടെ? പരിപാടി വാങ്ങിയോ? അത് നിങ്ങൾ പോകുന്ന വഴി വാങ്ങാം. അല്ല, ഭാവിക്ക് വാങ്ങിയോ? ഭാവി ഞങ്ങളിത് യാസീനിക്ക് ഇറങ്ങി വണ്ടിയിൽ കയറി സ്റ്റാർട്ടാക്കി ഫ്രണ്ടിലോട്ട് എടുക്കും.
അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് വണ്ണിന് പോയായിരുന്നു. അന്നേരം ഇതിങ്ങനെ മറ്റെന്താ മയിൽ പക്ഷി പോലെ ഇങ്ങനെ പോയിരിക്കാനും എന്നിട്ട് പിന്നെ ഐഷ വന്ന് രണ്ടാമത് ഇതൊക്കെ റെഡിയാക്കി തന്നു. ഐസിങ്ങനെ ഐസിന്റെ റിയാക്ഷൻ എടുക്കട്ടെ. ഓ എണീറ്റ് വരുമ്പോ റിയാക്ഷൻ എടുക്കട്ടോ. ചായ ഇടട്ടെ അതോ ഫുഡ് കഴിക്കുന്നോ? ഓ ഞാനിപ്പോ വരുന്നുണ്ടോ കൂടെ വെറുതെ വണ്ടി ഇവിടെ ഇരിക്കുവോ അതോ അവരുടെ കൂടെ പോകുന്നോ? അവരവിടെ ഉണ്ട്. പോയി. ആ അപ്പൊ നീ വരുന്നോ? റെഡി ആവുന്നോ? പോകുന്നോ? ആ എന്നാ വേഗം റെഡിയാവും. ഞാൻ എന്നാ ഒരു ദോശ ഞാൻ വാരി കൊടുക്കട്ടെ. എവിടെ ഐസിനെ കാണുന്നില്ല. ഫേവറേറ്റ് ഷോക്സാ. ഷൂസ് കൊട്ടിക്കളാ അതല്ല മറ്റേ കുപ്പിവെള്ളം വന്നിട്ട് വാങ്ങിക്കോട്ടല്ലേ. കൈന്റെ അളവ് ബൈ നോക്കി തെറിച്ചെടുക്കരുത്. ഇതിപ്പോ തറവാട്ടിലിന്റെ ഭാഗത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചിലപ്പോ വീഡിയോ എടുക്കാൻ പറ്റണമെന്നില്ല അല്ലേ? ഇവിടെ നല്ല ചെളിയാട്ടോ. നമ്മള് പരിപാടിക്ക് പോട്ടെ. ചുണ്ടയിൽ വെച്ചിട്ടാണ്, ഒരു പഴയ വീട്ടിൽ വെച്ചിട്ടാണ് അരിക്കുത്ത്. അപ്പൊ നമ്മള് അങ്ങോട്ട് പോവാ. കട്ട് ഓക്കെ. ആ അങ്ങനെ ഞങ്ങള് താഴെ പോയി റിലേറ്റീവ്സിനെ എടുത്തിട്ടോ. എന്നിട്ട് ഓരോ ലൊക്കേഷനിൽ ഇറക്കിയിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോവാണ്. കാരണം എന്റെ ഈ ഒരു കയ്യിൽ എനിക്ക് കുപ്പിവെള്ളം ഇടാൻ ഭയങ്കര പൂതി. അതല്ല, അരിക്കുത്തിന് കുപ്പിവെള്ളം ഇടണം. ആ ഇടണം. ആ പരിപാടിക്ക് സാരിക്ക് കുപ്പിവെള്ളം വേണമല്ലോ. അന്നേരം ഞാൻ ഓർത്ത് ഓക്കെ 2-3 കളേഴ്സ് കുപ്പിവെള്ളം വാങ്ങിക്കാം എന്തായാലും അല്ലേ. അപ്പം അങ്ങനെ ഞങ്ങള് കുപ്പിവെള്ളം വാങ്ങാൻ വേണ്ടി പോവാണ്. ഇട്ടരോ? ഇട്ടരണേ. ഐസ് വീഡിയോ എടുക്കും. ഞാന് ഇവിടെ എവിടെയാണ് അളിയൻ കട പറഞ്ഞത്, മൈലാഞ്ചി എന്ന് പറഞ്ഞ കടയാണ്. ഏത് ഇറങ്ങി വാങ്ങിക്കോട്ടോ. ഇഷ്ടമുള്ളത് നിങ്ങളും കൂടാ സെലക്ട് ചെയ്യണതൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാം. മൈലാഞ്ചി പാർക്കിംഗ് ഉണ്ടല്ലോ. പാർക്ക് ചെയ്തേക്ക്. ഇവിടെ പാർക്ക് ചെയ്തേക്ക്. അപ്പൊ നമ്മൾ കടയിലെത്തി. സോ ഗൈസ്, വള മേടിച്ചിട്ടുണ്ട്. പോയി എടുത്തരാം. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതവിടെ വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. ഇങ്ങനെ പച്ച കളർ അല്ല നീല കളർ, ഈക്കോ കളർ വേഴ്സസ് മോതിര കളർ. അതാ വരുന്ന കുടുംബക്കാര് ഇത് ഒരുമിച്ചിടാൻ പറ്റും മൊത്തത്തില്? പറ്റുമോ? കുറച്ചിടണോ? ഒരു സെറ്റ് വെച്ചിട്ട് ഈ ഒരു സെറ്റ് ആയിട്ട് ഇട്. അങ്ങനെയാണ്. കുപ്പികളൊക്കെ ഭയങ്കര സീനാട്ടോ. അതിന് കുത്തി നടക്കല്ലേ. ആ ഇല്ലല്ല പോവാ. എന്തേ ഇല്ല, നിങ്ങൾ ഇറക്കണേ. വന്നോളി. ആ ടൈറ്റാണ്. ടൈറ്റുള്ളതായിട്ടുണ്ട്. ഞാനൊരു അഭിപ്രായം പറയട്ടെ. ഞാൻ എടുത്തുതരാം, അതായിരിക്കും നല്ലത്. എടുത്ത് ചൂടെടുക്കണല്ലേ ഒരു മിനിറ്റ്. ഈ മോതിരം മാറ്റി മൊത്തത്തിലിട്ടിട്ടുണ്ട് ഗൈസ്. ഞാനുണ്ട് മറ്റേ എന്താ പറയാ, മറ്റേ പണ്ട് ഈ പിന്നെ ഇതിനൊക്കെ പോവില്ലേ കുട്ടികള്, ഒപ്പനക്കൊക്കെ, അങ്ങനത്തെ ടൈപ്പ് ഇല്ലേ ഐസി? എങ്ങനെയുണ്ട് ഐസി? രസമുണ്ടോ? നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി കുപ്പികള ഇട. എന്തായാലും സംഭവം കൊള്ളാം, രസമുണ്ട്. പരിപാടി കഴിഞ്ഞു. അങ്ങനല്ല, ഇത് മാത്രം കഴിഞ്ഞെന്ന് പറയും. ഇത് ഒരു ഫംഗ്ഷൻ കഴിഞ്ഞു, അരിക്കുത്ത് കഴിഞ്ഞിരിക്കുന്നു. വയനാട്ടില് പേരും മഴ, നല്ല മഴയാണ്. ഞാൻ കാണിച്ചു തരാം അല്ലേ. എന്റെ വെള്ളം നോക്കൂ,
ഞങ്ങളിപ്പോ ഒരു ചായ ഒക്കെ കുടിച്ച് നല്ലൊരു വൈബാക്കിയിട്ട് പാട്ടൊക്കെ വെച്ച് അല്ലേ ക്യാമറ തിരിച്ചാൽ ക്യാമറ തിരിച്ചാൽ മഴ കാണിച്ചാലല്ലേ അപ്പൊ നമ്മള് പിന്നെ വീട്ടിലേക്ക് നമ്മള് പോയിക്കൊണ്ടിരിക്കാണ്. നല്ല മഴയാണ് കേട്ടോ. പരിപാടിന്റെ ഇടയിലും നല്ല മഴയായിരുന്നു. നമ്മൾ ഫോട്ടോ എടുക്കാൻ ഇറങ്ങും, അന്നേരം മഴ തുടങ്ങും, വീണ്ടും അകത്ത് കയറും, വീണ്ടും ഫോട്ടോ എടുക്കാനായി. ഇത് തന്നെയായിരുന്നു അവസ്ഥ. അതാ ഇത്രയും ലേറ്റ് ആയ, ഇല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ കൊണ്ട് കഴിയേണ്ട പരിപാടി. അപ്പം ഇനി അവിടെ അടുത്ത ഫംഗ്ഷനും ഉണ്ട് അല്ലേ, ഹൽദി ഉണ്ട്, മൈലാഞ്ചി ഇല്ലേ? മൈലാഞ്ചി അത് രണ്ടും ഒന്നല്ലേ? അത് ഒന്നാന്ന് തോന്നുന്നില്ല. ഹൽദി എന്ന് പറയുന്നത് മൈലാഞ്ചി. ഓക്കെ, അത് നമ്മള് വീടിന്റെ അവിടെ തിരിയണോടത്തെത്തി, മെയിൻ റോഡിൽ നിന്ന്. അപ്പം ഇനി നമ്മൾ താഴെ പോവൂലേ, അത് കാണിക്കാൻ പറ്റൂലോ ഇവിടെ. ഓക്കെ, അപ്പൊ ഇനി ബാക്കി വീട്ടിലെത്തിയിട്ട് ബാക്കി ചെറുമാമന്റെ പോകും. ബ്രൈഡിന്റെ വാപ്പ ചെറുമാമൻ. ഓക്കെ, നിങ്ങൾ പോയ ലുക്ക് കണ്ടില്ലേ? വന്നപ്പോൾ ഇതേ എല്ലാം ഞാൻ അയച്ചു വെച്ചു. ഐസിയാണ് എന്നെ വള ഊരാൻ സഹായിച്ചത്. അപ്പോൾ അതെ ഇവിടുന്നൊക്കെ പിന്നെ ഊരി ഇവിടൊക്കെ കണ്ടോ. ഇനി സാരി അയക്കണം, വല്ലാത്ത കഷ്ടപ്പാടായിരുന്നു ഈ സാരിയും കൊണ്ട്. പോയതല്ല, ഇപ്പൊ വന്നപ്പോ ഒരു ഭദ്രകാളി ലുക്കായി പോയി. ഇവിടെ മഴ തന്നെ കേട്ടോ. അപ്പോഴും ഇവിടെ ഫുള്ള് ഭയങ്കര മഴ. നമുക്ക് മൂട് പോയി പരിപാടിക്ക് പോകാനുള്ള. കണ്ടില്ലേ? നേരെ വന്നിട്ട് വളക്കൂടെ കൊണ്ട് പറ്റി കണ്ടോ. ഇതാണ് മേടിച്ച വളങ്ങൾ. പിന്നെ ഐസ് ഒന്ന് ഞാൻ പൊട്ടിക്കട്ടെ? വേണ്ട അല്ല, കുപ്പിവള പൊട്ടിക്കണ്ട. ഞാൻ ആദ്യല്ലേ വണ്ടി കയറിയപ്പോ തല്ലോടിച്ച് പറഞ്ഞിട്ട് എല്ലാ വളകളും പൊട്ടിയതാ ഒരു തന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിന്റെ ഐസി വന്ന പറയാണ് ഷിങ്കു അത് വള പൊട്ടിയതല്ല, അതേ മമ്മന്റെയിലുണ്ട്, അത് ഒട്ടിപ്പാന്ന് പറഞ്ഞ് ഐസി കണ്ടുപിടിച്ച് കാണിച്ചു തന്നിട്ടോ. എനിക്കിത് അറിയുന്നുണ്ടാവില്ല. കണ്ടോ. അപ്പൊ ഇത്രേ ഉള്ളത്. ഞാൻ വിചാരിച്ചു ഇത് ഒട്ടിച്ച് വെക്കണമെന്നാണ് കുപ്പിയാളാം. പക്ഷെ അവിടെ കുറെ കളർ വേരിയൻസ് പോകാം. അപ്പം ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. ഇന്നിപ്പോ സമയം 3 മണിയായി, ഞായറാഴ്ച. ഇപ്പൊ ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അപ്പൊ താങ്ക് യു സോ മച്ച് വാഷിംഗ്. തല തട്ടിച്ച് നിങ്ങൾ എല്ലാരും കുറ്റം പറഞ്ഞോളൂ. ഐഷ ഒരു മൂലക്കായി തല്ലി തലേ തട്ടുവിടാണ്ട് ഈ വീഡിയോയിൽ വരില്ല അല്ലേ? അപ്പം ഓക്കെ, ബൈ, ടേക്ക് കെയർ. എല്ലാവരും കമന്റ് ചെയ്യുക, വിശേഷങ്ങൾ പറയുക, എല്ലാം ചെയ്യുക. ബൈ, താങ്ക് യു.